തങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങരുതെന്ന് പറഞ്ഞ ആദ്യ കമ്പനിയായിരിക്കും പെറ്റഗോണിയ. എന്നാൽ ഈ ഒരു ഒറ്റ ആഡിന് ശേഷം ഇവരുടെ സെയിൽസ് വർദ്ധിച്ചത് 30% ആണ്. റോ ക്ലൈംബറും പരിസ്ഥിതി പ്രവർത്തകനുമായ യുവാൻ ചുയിനാർ 1973 ആരംഭിച്ചതാണ് പെറ്റഗോണിയ. തുടക്കത്തിൽ ക്ലൈംബിംഗ് സാമഗ്രികളാണ് നിർമ്മിച്ചതെങ്കിലും അത് പരിസ്ഥിതിയിൽ വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ലാഭത്തിന് മുൻഗണന നൽകുന്നതിന് പകരം സസ്റ്റൈനബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. 1993 അവർ കൊണ്ടുവന്ന ജാക്കറ്റ് പ്ലാസ്റ്റിക് കുപ്പികളിൽ നിന്നും റീസൈക്കിൾ ചെയ്തതായിരുന്നു. അത് തകർപ്പൻ നീക്കമായിരുന്നു. മാത്രമല്ല കച്ചവടത്തിന്റെ 1% ഫോർ ദ പ്ലാനറ്റ് എന്ന ക്യാമ്പയിൻ അവർ വാനോളം ഉയർത്തി. അതുവഴി കഴിഞ്ഞ വർഷം അവർ ഡൊണേറ്റ് ചെയ്തത് $89 മില്യൺ. 2005 ഒരു ധീരമായ നിലപാടോടെ അവർ മാർക്കറ്റിൽ എത്തിച്ചത് ഡു നോട്ട് ബൈ ദിസ് ജാക്കറ്റ് എന്ന എഴുത്തോട് കൂടിയ ജാക്കറ്റാണ്. ഈ ക്യാമ്പയിൻ കൊണ്ട് അവർ ഉദ്ദേശിച്ചത് വേസ്റ്റേജ് കുറക്കുന്നതിലുള്ള കമ്പനിയുടെ കമ്മിറ്റ്മെന്റും ഇതേ രീതിയിൽ ചിന്തിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിൽ കമ്പനിയുടെ ബ്രാൻഡ് ലോയൽറ്റി വർദ്ധിപ്പിക്കാനുമാണ്. അതിൽ അവർ വളരെയധികം വിജയിച്ചു. പെറ്റഗോണിയ വിശ്വസിക്കുന്നത് കസ്റ്റമേഴ്സ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ക്ലോത്തിന്റെ പെർഫോമൻസിലും ഡ്യൂറബിലിറ്റിയിലുമാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലും ക്വാളിറ്റിയിലും ഇവർ ഒരു കോംപ്രമൈസും നടത്താറില്ല. As they say, when we put planet first, do the right thing for the planet, it means being good for the business. പെറ്റഗോണിയ എംപ്ലോയീസിന് 2 മാസത്തെ പെയ്ഡ് ലീവ് നൽകുന്നത് വ്യത്യസ്തമായ എൻവയോൺമെന്റൽ ഗ്രൂപ്പിന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ്. ഇത് കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധത വ്യക്തമാക്കുന്നതോടൊപ്പം സ്റ്റാഫിന്റെ ഈ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്ന് പെറ്റഗോണിയയുടെ റവന്യൂ എന്നത് $1.5 ബില്യൺ ആണ്. ഇതിൽ എടുത്തു പറയേണ്ടത് കമ്പനി ഈ ഒരു അച്ചീവ്മെന്റിൽ എത്തിച്ചേർന്നത് ഒരുപാട് പുതിയ ഗാർമെന്റ്സ് വീണ്ടും വിറ്റിട്ടല്ല, മറിച്ച് ലൈഫ് ടൈം ലാസ്റ്റ് ചെയ്യുന്ന ഗാർമെന്റ്സ് നിർമ്മിച്ചു നൽകിയിട്ടാണ്. കേരളത്തിൽ നിന്നും ലോകോത്തര ബ്രാൻഡായി തങ്ങളുടെ ബിസിനസ് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയ ബിസിനസ്സുകളും കുടിൽ വ്യവസായം ചെയ്യുന്ന ഫാമിലികളും ഇനി കൂടുതൽ മാതൃകയാക്കേണ്ടത് ഇറ്റലി, സ്വിറ്റ്സർലാൻഡ്, ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളിലെ ബിസിനസ് മോഡലുകളെയാണ്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും 100-200 വർഷങ്ങൾക്ക് മുമ്പേ അവർ ബിസിനസ്സിൽ സോൾവ് ചെയ്തതായി കാണാം. ഇന്ന് നാട്ടിൽ ഹ്യൂജ് റിസോഴ്സസ് എന്നത് കുറഞ്ഞു വരുന്നു. എല്ലായിടത്തും പരക്കെ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാനുള്ള ഫണ്ടിന്റെ കമ്മി, കഴിവുള്ള തൊഴിലാളികളെ നല്ല വേതനം കൊടുത്ത് നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത, ഇതിനെല്ലാമുള്ള പരിഹാരം ക്വാളിറ്റി പ്രൊഡക്റ്റ് ക്വാളിറ്റി പ്രൈസിൽ ക്വാളിറ്റി കസ്റ്റമേഴ്സിൽ എത്തിക്കുക എന്നതാണ്.